KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സണ്ണി ജോസഫ്, നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പെട്ടി പരിശോധന. MLA-യും MP-യും സഞ്ചരിച്ച വാഹനം. അതുമാത്രമല്ല, ഇപ്പോൾ ഫിറോസിനോടൊക്കെ സംസാരിക്കുമ്പോൾ പോലീസ് നിർബന്ധിക്കുകയായിരുന്നു ഈ ഷാഫി അല്ലെങ്കിൽ രാഹുൽ തന്നെ ആ പെട്ടിയൊക്കെ തുറന്ന് കാണിക്കണമെന്ന്. അത് ഇത് വളരെ ബോധപൂർവമാണ്. മനഃപൂർവ്വമായിട്ട് ജനപ്രതിനിധികളെ UDF-ന്റെ നേതാക്കന്മാരെ അവഹേളിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് അധികാര ദുർവിനിയോഗം നടത്തിയതാണ്. പാലക്കാട് അവര് പയറ്റി പരാജയപ്പെട്ട ഒരു കുതന്ത്രമാണ്. അതിവിടെയും പരാജയപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ ഇത് തിരിച്ചറിയും. ഈ അധികാര ദുർവിനിയോഗം കേരളത്തിലും നമുക്കറിയാം. ഷാഫി പറമ്പിൽ MP, രാഹുൽ മാക്കൂട്ടത്തിൽ, ഫിറോസ്, ഇവരെയൊക്കെ അറിയാത്തവരാരുണ്ട്? ഒരു വാഹനം ജനപ്രതിനിധികളുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടേതാണെന്ന് കണ്ടാൽ അതുവരെ അത് കൈ കാണിച്ചാൽ നിർത്തി ആളെ മനസ്സിലാക്കിയാൽ ശരി പോവാൻ പറയാ, അനുവാദം കൊടുക്കലാണ്. ഇത് നിർത്തി ടിക്ക് പരിശോധിച്ചു, ഒന്നും കണ്ടില്ല. പെട്ടി പരിശോധിച്ചു, ഒന്നും കണ്ടില്ല എന്ന് എഴുതി തരണം എന്ന് അവരാവശ്യപ്പെട്ടത്, റെക്കോർഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് ഈ കാര്യത്തില് ഗവൺമെന്റിന്റെ ദുരുദ്ദേശം വളരെ വ്യക്തമായതുകൊണ്ട് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നേതാക്കൾ എല്ലാവരും ഈ പരിശോധനയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വാഭാവികമാണ്. പക്ഷേ ഇവർ തന്നെ പെട്ടി തുറക്കണം, ഇവർ തന്നെ അത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു മനഃപൂർവ്വം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞത് ഇന്റൻഷണൽ ഇൻസൾട്ട് ഇൻഫെക്ഷൻ, മനഃപൂർവമായ ഒരു അവഹേളനം. ഇപ്പൊ പാലക്കാട് ഇത് നടന്നപ്പം അത് ജനങ്ങൾ കണ്ടു. രാഹുലിനെ സംബന്ധിച്ച് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ അത് കാരണമായെന്ന് പൊതുവെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. നിലമ്പൂരിലേക്ക് വരുമ്പോഴും ഇത് UDF-നെ സംബന്ധിച്ച് ജനങ്ങൾ കാണുകയാണല്ലോ. പരിശോധിച്ചു കഴിഞ്ഞാൽ പെട്ടിയിലുള്ളത് തുണിയും പുസ്തകങ്ങളുമാണെന്ന് കാണുമ്പോൾ ഇത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനാവശ്യമായ നടപടികൾ ഉണ്ടാകുന്നുവെന്ന് ജനം കാണുകയാണല്ലോ. നിലമ്പൂരിൽ പാലക്കാട് പോലെ സഹായിക്കും ഒരു തോന്നുന്നുണ്ടോ? അധികാരത്തിന്റെ ദുർവിനിയോഗം, പക്ഷപാതപരമായ പെരുമാറ്റം പോലീസിന്റെ ഭാഗത്തുനിന്ന് പല കാര്യത്തിലും ജനങ്ങളെ അനുഭവിക്കുന്നു. പോലീസ് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തുനിന്ന് പോലും നീതി ലഭിക്കുന്നില്ല. അത് ജനങ്ങൾ തിരിച്ചറിയും. അതിനെതിരായിട്ട് ജനകീയമായ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ശക്തിപ്പെടും. ഈ കാര്യത്തോടുകൂടി ഈ ദൃശ്യങ്ങളൊക്കെ ഇപ്പം ഇത് ഇങ്ങനെ ഒരു പരിശോധന നടന്നുവെന്ന് പോലും അറിയുന്നത് ഈ ഫിറോസിനോട് സംസാരിക്കുമ്പോഴാണ്. ഈ ദൃശ്യങ്ങളൊക്കെ അവർ തന്നെ ചിത്രീകരിച്ച് ഒന്നും കിട്ടിയില്ല എന്ന് പോലീസിനോട് പറയിപ്പിക്കേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു MP, രണ്ട് ജനപ്രതിനിധികൾ. അതെ, നമ്മള് ആ ദൃശ്യങ്ങൾ എടുക്കണമെന്നോ? കാരണം ഇതിലൊന്നുമില്ല. പിന്നീട് അത് എന്തെങ്കിലും കളവായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളെ ഇന്നസെൻസ്, ഞങ്ങളുടെ അതിൻ്റെ അകത്തുള്ള നിരപരാധിത്വം അല്ലെങ്കിൽ ഒന്നും അവിടുത്തെ നിയമവിരുദ്ധമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കും ദൃശ്യങ്ങള് ആരെങ്കിലും പാർത്തിയിട്ടുണ്ടാവും. ഷാഫിയോട് സംസാരിച്ചിരുന്നോ ഇത് കഴിഞ്ഞ? ഞാനിപ്പോ ഷാഫിയെ വിളിച്ചിരുന്നു, അറിഞ്ഞതിന് ശേഷം വിളിച്ചു. ശ്രീ സണ്ണി ജോസഫ്, അതേപോലെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ നിന്ന് ഒരു മാറ്റം, അതായത് ഒരു ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ശ്രമമായിട്ട് ഇതിനെ കാണുന്നുണ്ടോ താങ്കൾ? ഞങ്ങൾ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതൽ അവസാനം വരെ ഉയർത്തിക്കാട്ടുന്നത്.